എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ബോംബെയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് വൈകുന്നേരങ്ങളിലെ സ്നാക്സ് കോർണറുകളിലെ തിരക്ക്. ഇന്ന് അങ്ങനെയൊരു സ്നാക്സ് കോർണറിൽ നമുക്ക് കയറിയാലോ? ലഘു ഭക്ഷണശാല എന്ന് മലയാളത്തിൽ പറയുന്ന ഇങ്ങനത്തെ സ്നാക്സ് കോർണറിന് മറാഠിയിൽ ഉപാഹാർ ഗൃഹ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്നാക്സ് കോർണറിൽ ചെന്നു, ഒരു ടേബിളിൽ ഇരുന്നു. അപ്പോൾ അവിടുത്തെ സപ്ലയർ അല്ലെങ്കിൽ വെയിറ്റർ വന്നിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് എന്താ ഞാൻ കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടേ എന്ന് അദ്ദേഹം എങ്ങനെയാണ് നമ്മളോട് ചോദിക്കുക? കായ് ആണു തുമ്ഹാല. ഇത് ഇങ്ങനെ ചോദിക്കാം. കായ് എന്ത്, ആണു കൊണ്ടുവരേണ്ടത്, തുമ്ഹാല നിങ്ങൾക്ക്, തുംഹി നിങ്ങൾ, തുമ്ഹാല നിങ്ങൾക്ക്. ആണു ആണണേ എന്നുള്ള മൂൽ ശബ്ദിൻ്റെ റൂട്ട് വേർഡിൻ്റെ അർത്ഥം കൊണ്ടുവരിക എന്നാണ്. ആണു എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. ആണു ആൺ എന്ന് പറഞ്ഞാൽ കൊണ്ടുവാ, ആണ കൊണ്ടുവരൂ, ആണു ഞാൻ കൊണ്ടുവരേണ്ടത്. കായ് ആണു തുമ്ഹാല, കായ് എന്ത്, ആണു കൊണ്ടുവരേണ്ടത്, തുമ്ഹാല നിങ്ങൾക്ക്, ഞാൻ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്. അപ്പം നമുക്ക് വെയിറ്ററോട് ചോദിക്കണം, ഈ സമയത്ത് നിങ്ങളുടെ അവിടെ ചൂട് എന്താണ് കഴിക്കാൻ കിട്ടുക? ഓക്കെ, ചൂട് അല്ലെങ്കിൽ നല്ല ചൂടോടെ എന്താണ് കിട്ടുക എന്ന് നമുക്ക് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? ആത്ത ഗർമാഗരം കായ് മിളേൽ തുംച്യാക്കടേ. ആത്ത ഇപ്പോൾ, ഗർമാഗരം ചൂട് നല്ല ചൂടോടെ, ഗരം എന്ന് പറഞ്ഞാൽ ചൂട്, ഗർമാഗരം എന്ന് പറഞ്ഞാൽ ചൂട്. കായ് എന്ത്, മിളേൽ കിട്ടും, കായ് മിളേൽ എന്ത് കിട്ടും, തുംച്യാക്കടേ തുംഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ, തുംച്യാക്കടേ നിങ്ങളുടെ അടുത്ത്. ആത്ത ഗർമാഗരം കായ് മിളേൽ തുംച്യാക്കടേ, ഇപ്പോൾ ചുടുചുടെ എന്ത് കിട്ടും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ വെയിറ്റർ പറയാണ്, ബട്ടാട്ട വട, സമോസ ആണി മിസൾ മിളേൽ. ഇതെല്ലാം സ്നാക്സ് ആണ്, സ്നാക്സ് ഐറ്റംസ് ആണ്. ബട്ടാട്ട വട എന്ന് പറഞ്ഞാൽ ബട്ടാട്ട എന്താണ്, പൊട്ടറ്റോ, ബട്ടാട്ട വട പൊട്ടറ്റോ വട. സമോസ ആണി എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം. മിസളും നമ്മളിവിടെ ബോംബെയിൽ മഹാരാഷ്ട്രയിലുള്ളവർ കഴിച്ചിട്ടുണ്ടാവാം. മിസൾ പാവ് എന്ന് പറഞ്ഞ ഒരു സ്നാക്സ് ഐറ്റം ഉണ്ട്. മിസൾ മിളേൽ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ പഠിച്ച വാക്കാണ്, കിട്ടും. ഓക്കെ, അപ്പോൾ ബട്ടട്ട വട, സമോസയും മിസളും കിട്ടും എന്ന് വെയിറ്റർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരാൾ ഓർഡർ കൊടുത്തു, മല ഏക് പ്ലേറ്റ് സമോസ ആണി ലിംബു സർബത്ത് ആണ. ഇതിൻ്റെ അർത്ഥം എന്താണ്? മല എനിക്ക്, ഏക് പ്ലേറ്റ് ഒരു പ്ലേറ്റ്, ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, ഏക് പ്ലേറ്റ് സമോസ ഒരു പ്ലേറ്റ് സമോസ. ഇപ്പോൾ ഇവിടെ പിക്ചറിൽ കാണണില്ലേ 2 സമോസ, അതാണ് ഒരു പ്ലേറ്റ് സമോസ. ആണി ആൻഡ്, ലിംബു സർബത്ത് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ലൈം ജ്യൂസ് എന്നാണ് അർത്ഥം. ലിംബു നാരങ്ങ, ചെറുനാരങ്ങ, സർബത്ത് ജ്യൂസ്, ആണ കൊണ്ടുവരൂ. ഓക്കെ, ആണണേ എന്നത് ഒരു ആക്ഷൻ വേർഡാണ്. നമ്മൾ നേരത്തെ ആക്ഷൻ വേർഡിൽ പഠിച്ച വാക്കാണ് ആണണേ കൊണ്ടുവരിക. ആൺ കൊണ്ടുവാ, ആണ കൊണ്ടുവരൂ. മല ഏക് പ്ലേറ്റ് സമോസ ആണി ലിംബു സർബത്ത് ആണ. എനിക്ക് ഒരു പ്ലേറ്റ് സമോസയും ലിംബു സർബത്ത് ലൈം ജ്യൂസും കൊണ്ടുവരൂ. ഓക്കെ, അടുത്ത ആൾക്ക് മിസലും ചായയുമാണ് വേണ്ടത്. അതെങ്ങനെ പറയാം? മല മിസൾ ആണി ചഹ ഹവൈ. ഹവൈ എന്നുള്ളത് വർത്തമാനം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ്. എഴുതുമ്പോൾ അത് ഹവ ആഹേ എന്നാണ് പറയുക. ഹവ ആഹേ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹവൈ. മല മിസൾ ആണി ചഹ ഹവൈ. മല എനിക്ക്, മിസൾ ആണി ആൻഡ് ചഹ ചായ, ചായക്ക് എന്താ പറയുക? ചഹ. മല മിസൾ ആണി ചഹ ഹവായ്. ഹവായ് എന്ന് പറഞ്ഞാൽ വേണം. ഹവ ആഹേ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം. ഇവിടെ വേണം എന്ന അർത്ഥത്തിലാണ്. എനിക്ക് മിസളും ചായയും വേണം. മല മിസൾ ആണി ചഹ ഹവായ്. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയാണ്, ആഗോദർ
തുംഹി മല പാണി ദ്യാ. ആദ്യം നിങ്ങൾ എനിക്ക് വെള്ളം തരൂ. ആദ്യം എന്നതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു വാക്ക് പഠിച്ചിരുന്നു, ആദി എന്നാണ് ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വാക്ക്. അതിന് വേറൊരു വാക്കാണ് ആഗോദർ. ആഗോദർ എന്ന് പറഞ്ഞാൽ ആദ്യം, തുംഹി നിങ്ങൾ, മല എനിക്ക്, പാണി പാണി വെള്ളം, ദ്യാ തരൂ. ദേണേ എന്നത് ഒരു ആക്ഷൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം തരിക എന്നാണ്. ദേ എന്ന് പറഞ്ഞാൽ താ, ദ്യാ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റോടുകൂടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ദ്യാ തരൂ. ആഗോദർ തുംഹി മല പാണി ദ്യാ. ആദ്യം തന്നെ നിങ്ങൾ എനിക്ക് വെള്ളം തരൂ. വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ വെയിറ്റർ ചോദിക്കുകയാണ്, സാധ കി ബിസ്ലേരിച്ച്. സാധ കി ബിസ്ലേരിച്ച് എന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടർ ആണോ അതോ ബിസ്ലേരി ബോട്ടിൽ വെള്ളമാണോ വേണ്ടത് എന്നാണ് വെയിറ്റർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെങ്ങനെയാണ് ചോദിക്കേണ്ടത്? സാധ്. സാധ് മീൻസ് നോർമൽ വാട്ടർ. അവരവിടെ ടാപ്പിൽ നിന്നോ അവർ സ്റ്റോർ ചെയ്ത വെള്ളമോ ഏതെങ്കിലും, അത് സാധാ പാനി എന്ന് പറയും നമ്മൾ. സാധ് എന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടർ. കീ എന്നതിൻ്റെ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? ഇതാണോ അതാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കീ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ബിസ്ലേരി ച്ച് എന്ന് പറഞ്ഞാൽ ബിസ്ലേരിയുടെ എന്ന് പറഞ്ഞാൽ ബിസ്ലേരി വെള്ളമാണോ വേണ്ടത്? ബിസ്ലേരി എന്ന ഒരു ബ്രാൻഡല്ലേ, അപ്പോൾ ആ ബ്രാൻഡിൻ്റെ വെള്ളമാണോ വേണ്ടത് അതോ നോർമൽ വെള്ളം മതിയോ? സാദ് കി ബിസ്ലേരിച്ച്. അപ്പോൾ ബിസ്ലേരിച്ച് എന്നാണ് ആ കുട്ടി ഉത്തരം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബിസ്ലേരിയുടെ ബോട്ടിൽ വാട്ടറാണ് വേണ്ടത്. അതുകൊണ്ട് ബിസ്ലേരി ച്ച് എന്ന് പറഞ്ഞാൽ ബിസ്ലേരിയുടെ എന്നാണ് അർത്ഥം. ബിസ്ലേരിച്ച് ബിസ്ലേരിയുടെ. പൺ ഠണ്ട് നക്കോ. എന്താ പറയണ ആ കുട്ടി? ബിസ്ലേരി വെള്ളമാണ് എനിക്ക് വേണ്ടത്. ബിസ്ലേരിച്ച്. പൺ എന്ന് പറഞ്ഞാൽ ബട്ട്, പക്ഷേ. ഠണ്ട് എന്ന് പറഞ്ഞാൽ തണുത്തത്. നക്കോ വേണ്ട. അപ്പോൾ പൺ ഠണ്ട് നക്കോ, ബോട്ടിൽ ഉള്ള വെള്ളമാണ് വേണ്ടത്, ബിസ്ലേരി വെള്ളമാണ് വേണ്ടത്, പക്ഷേ തണുത്തത് കൊണ്ടുവരണ്ട, തണുത്തത് വേണ്ട. പൺ ഠണ്ട് നക്കോ, പക്ഷേ തണുത്തത് വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓർഡർ കൊടുത്തു. ഇനി എന്തെങ്കിലും വേണോ എന്നാണ് വെയിറ്റർ അടുത്തതായിട്ട് ചോദിക്കുന്നത്. അതിന് അദ്ദേഹം എങ്ങനെ പറയും? ആൻഖീൻ കാഹി ഹവ് ആഹേ ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഖീൻ എന്തെങ്കിലും, ഇനി എന്തെങ്കിലും, വേറെ എന്തെങ്കിലും എന്നർത്ഥത്തിലാണ് ആൺഖീൻ. ഇപ്പോൾ പറഞ്ഞത് കൂടാതെ ഇനി എന്തെങ്കിലും എന്നതിൻ്റെ അർത്ഥം വരുന്നതാണ് ആൺഖീൻ. കാഹി എന്തെങ്കിലും, ഈ വാക്കും നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. കാഹി വെജിറ്റബിൾ വെൻഡർ പറഞ്ഞ ആ ക്ലാസ്സിൽ പഠിച്ചതാണ്. വേറെ എന്തെങ്കിലും. ആൺഖി കാഹി. ഹവ ആഹേ ആവശ്യമുണ്ടോ, വേണോ എന്നൊക്കെയാണ് അർത്ഥം. ഹവ എന്ന് പറയുമ്പോൾ ആവശ്യം അല്ലെങ്കിൽ വേണമോ എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കാണ് ഹവ എന്ന വാക്ക്. ഓക്കെ, ആൻഖീൻ കാഹി ഹവ ആഹേ, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം കാഹി നക്കോ ബിൽ ആണ. കാഹി നക്കോ ഒന്നും വേണ്ട. കാഹി നക്കോ ഒന്നും വേണ്ട. ഈ പറഞ്ഞത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കാഹി നക്കോ പറഞ്ഞാൽ വേണ്ട, കാഹി നക്കോ ഒന്നും വേണ്ട. അപ്പോൾ ഇനി എന്താ വേണ്ടത്? നമ്മൾ ബില്ല് കൊണ്ടുവന്ന് പൈസ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് പറയാണ് ബിൽ ആണ. ആണണേ എന്നത് ആക്ഷൻ വേർഡിൻ്റെ റൂട്ട് ശബ്ദമാണ്, റൂട്ട് വേർഡാണ്. ആണണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ആണ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂ. ബിൽ ആണ, ബിൽ കൊണ്ടുവരൂ. കാഹീനക്കോ ബിൽ ആണ, ഒന്നും വേണ്ട, ബില്ല് കൊണ്ടുവന്നോളൂ, കൊണ്ടുവരൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിരുന്നു എങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യണേ. അതുപോലെ അവരോട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അത് എനിക്കൊരു കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം. ഹാപ്പി ലിവിങ് ഗൈസ്.